ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. അങ്ങ് അലക്ഷ്യം സർവഭൂതാനാം. ഈ ലോകത്തിലിരിക്കുന്ന ആർക്കും അങ്ങയെ അവരവരുടെ കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ പറ്റൂല. സർവത്ര നിറഞ്ഞേക്കാണ്. യഥാർത്ഥത്തിൽ ഭഗവാൻ മാത്രമേ ഉള്ളൂ. അല്ലയോ കൃഷ്ണ, അങ്ങ് മാത്രമേ ഉള്ളൂ. കുന്തി കൃഷ്ണനോട് പറയാണ്, പക്ഷേ അങ്ങ് എല്ലാവർക്കും കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. കണ്ണു തുറന്ന് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ മുന്നിൽ ഭഗവാനാണ് ഉള്ളതെങ്കിലും കാണുന്നത് ഈ ലോകത്തെയാണ്. എല്ലാവരും മനുഷ്യരെയും മൃഗങ്ങളെയും പക്ഷികളെയും ജീവനില്ലാത്ത പദാർത്ഥങ്ങളെയും ഒക്കെ കാണുന്നു. അങ്ങനെ സർവത്ര നിറഞ്ഞു നിൽപ്പുണ്ട് എങ്കിലും ആർക്കും നേരിട്ട് ഈ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്തവൻ എങ്കിലും അങ്ങ് ഈ ലോകത്തിലേ ഉണ്ട്. അന്തർബഹിരവസ്ഥിതം. ഈ ലോകത്തിൽ ഉള്ളിലും പുറമേയും ഒക്കെ കുടികൊള്ളുന്നവനാണങ്ങ്. നമഃ പങ്കജനാഭായ. താമരപ്പൂവ് ആരുടെ നാഭിയിലാണോ കുടികൊള്ളുന്നത് അവനാണ് പത്മനാഭൻ. അങ്ങനെ അല്ലയോ പങ്കജനാഭ, പത്മനാഭ, അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം. നമഃ പങ്കജമാലിനെ. താമരപ്പൂ കൊണ്ടുള്ള മാല ധരിച്ചിരിക്കുന്നു അങ്ങ്. അങ്ങനെയുള്ള അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം. നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാഘ്രയേ. താമരപ്പൂവിന്റെ ഇതളിന്റെ ആകൃതിയുള്ള വലിയ കണ്ണുകളോടുകൂടിയവനാണങ്ങ്. അങ്ങനെയുള്ള അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം. അതേപോലെ തന്നെ അങ്ങയുടെ പാദങ്ങളും താമരപ്പൂവിന്റെ ആകൃതിയോടുകൂടിയതാണ്. അങ്ങനെയുള്ള അല്ലയോ പത്മനാഭ, വാസുദേവ കൃഷ്ണ, ഗുരുവായൂരപ്പ, അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ അമ്മയെ ദേവകിയെ ഖലനായിരിക്കുന്ന കംസൻ അങ്ങയുടെ അച്ഛനോടൊപ്പം കാരാഗ്രഹത്തിൽ ബന്ധിച്ചു. യഥാ ഹൃഷീകേശ ഖലേന ദേവകി കംസേന രുദ്ധ അതിചിരം ശുചാർപ്പിത. കംസൻ അങ്ങയുടെ അമ്മയെ കാരാഗ്രഹത്തിൽ അടച്ചിട്ടു. 1-2 വർഷമൊന്നുമില്ല, ഏറെക്കാലം അടച്ചിട്ടു. എന്നിട്ട് വളരെയേറെ വേദനിപ്പിച്ചു. ആ അമ്മയുടെ കൺമുന്നിൽ വെച്ചിട്ട് ആ അമ്മയുടെ 6 മക്കളെ കരിങ്കല്ലിൽ അടിച്ചു കൊന്നു ഈ കംസൻ. അങ്ങനെ ആ അമ്മയെ ദേവകിയെ, അല്ലയോ ഹൃഷീകേശ, അല്ലയോ കൃഷ്ണ, അങ്ങയുടെ അമ്മയായ ദേവകിയെ കംസൻ വളരെയേറെ വേദനിപ്പിച്ചു. അങ്ങനെ എന്ത് ചെയ്തു? വിമോചിതാഹം ച. അങ്ങ് ആദ്യം അങ്ങയുടെ അമ്മയെ മോചിപ്പിച്ചു. ആ കംസനെ സംഹരിച്ചിട്ട് അമ്മയെ ആ ദുഃഖത്തിൽ നിന്ന് മോചിപ്പിച്ചു. അച്ഛനെയും ആ ദുഃഖത്തിൽ നിന്ന് മോചിപ്പിച്ചു. അതേ പ്രകാരത്തിൽ അഹം ച, എന്നെയും അങ്ങ് മോചിപ്പിച്ചു. വിമോചിതാഹം ച. അങ്ങ് എന്നെയും ദുഃഖത്തിൽ നിന്ന് മോചിപ്പിച്ചു. അങ്ങയുടെ അമ്മയെ ഒരു തവണയാണ് അങ്ങ് മോചിപ്പിച്ചത് ആ ദുഃഖത്തിൽ നിന്നിട്ട്, കംസ സംഹാരം കഴിച്ച ശേഷം. എന്നെയാണ് വീണ്ടും വീണ്ടും അങ്ങ് ദുഃഖത്തിൽ നിന്ന് മോചിപ്പിച്ചു. വിമോചിതാഹം ച സഹാത്മജാ വിഭോ. എന്റെ മക്കളോടൊപ്പം അങ്ങ് എന്നെ മോചിപ്പിച്ചു. സഹ ആത്മജ, മക്കളോടൊപ്പം. എൻ്റെ മക്കൾ ഈ 5 പേര്, എൻ്റെ കൊച്ചുമക്കൾ, ഇതാ പരീക്ഷിത്ത്. അങ്ങനെ എൻ്റെ മക്കളോടൊപ്പം അല്ലയോ കൃഷ്ണ, നീ എന്നെ മോചിപ്പിച്ചു. അങ്ങയുടെ അമ്മയെ നീ മോചിപ്പിച്ചു. പക്ഷേ അങ്ങയുടെ അമ്മയുടെ മക്കളെ നീ മോചിപ്പിച്ചില്ല. ആ 6 മക്കളെയും കംസൻ കൊന്നു. 7ാമത്തെ കുഞ്ഞ് കംസന്റെ കൈ കിട്ടിയില്ല. അതാണ് ബലരാമൻ. അത് കഴിഞ്ഞിട്ട് 8ാമത്തെ കുഞ്ഞാണ് ഈ കൃഷ്ണൻ. അമ്മയെ ദുഃഖത്തിൽ നിന്ന് മോചിപ്പിച്ചെങ്കിലും ആ കുഞ്ഞുങ്ങളെ നീ ആ അവസരത്തിൽ മോചിപ്പിച്ചില്ല.
അതിനേക്കാളേറെ കാരുണ്യം, അമ്മയോട് കാരുണ്യം കാണിച്ചുവെങ്കിലും ആ കുഞ്ഞുങ്ങളെ മോചിപ്പിക്കുക എന്നുള്ള കാരുണ്യം നീ അപ്പോൾ ചെയ്തില്ല. പക്ഷേ അതിനേക്കാളേറെ ദേവകിയോട് കാരുണ്യത്തെക്കാളേറെ കാരുണ്യം എന്നോട് കാണിച്ചു. എൻ്റെ മക്കളോടൊപ്പം നീ എന്നെ മോചിപ്പിച്ചു. അതാണ് നിന്റെ കാരുണ്യത്തിൻ്റെ ആധിക്യം. അമ്മയോടില്ലാത്ത കാരുണ്യം പോലും നീ എന്നോട് കാണിച്ചു. അമ്മയെ ഒരു തവണയാണല്ലോ മോചിപ്പിച്ചത്, എന്നെയാണെങ്കിലോ ത്വയൈവ നാഥേന മുഹുർവിപദ്ഗണാത്. അല്ലയോ നാഥനായിരിക്കുന്ന കൃഷ്ണ, മുഹു വീണ്ടും 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 ഞാൻ ഏതെല്ലാം ആപത്തിൽ ചെന്ന് പെട്ടു, എൻ്റെ മക്കളും ഏതെല്ലാം ആപത്തിൽ ചെന്ന് പെട്ടു ഈ ജീവിതത്തിൽ. ആ അവസരങ്ങളിലെല്ലാം നീ ഓടി 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 എൻ്റെ സമീപത്ത് വന്ന് എൻ്റെയും എൻ്റെ മക്കളെയും നീ രക്ഷിച്ചു. ഇതാണ് നിന്റെ കാരുണ്യത്തിൻ്റെ ആധിക്യം. ഭഗവാന്റെ കാരുണ്യത്തിൻ്റെ ആധിക്യം ഇങ്ങനെയാണ്. ഭഗവാൻ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. നമ്മളെ ഒരിക്കലും നശിക്കാൻ അനുവദിക്കില്ല. നാം ശ്രദ്ധയോടുകൂടിയിട്ട് ഭക്തിയോടുകൂടിയിട്ട് ഭഗവാനെ നാം വിളിച്ചാൽ മാത്രം മതി. ഭഗവാൻ ഓടിയെത്തും. വരേണ്ട രീതിയിൽ വരും, വരേണ്ട സമയത്ത് വരും, രക്ഷിക്കേണ്ട രീതിയിൽ രക്ഷിക്കും. ഭഗവാൻ ഒരിക്കലും കൈവിടില്ല. ഇതാണ് കുന്തി പറയുന്നത്. സ്വന്തം അനുഭവമാണ് കുന്തി പറയുന്നത്. നീ അനേക തവണ എൻ്റെ മക്കളോടൊപ്പം നീ എന്നെ മോചിപ്പിച്ചു. ഈ 6 മക്കളെയും പിന്നീട് ദേവകിക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അഗ്രജാനയനം എന്നൊരു കഥ നമ്മൾ ഇനി കേൾക്കും. ഭാഗവതം ദശമസ്കന്ധത്തിൽ 6 പേരെ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു. 6 പേരെയും വരുത്തി കാണിച്ചു കൊടുത്തു. അവർ നശിച്ചു പോയിട്ടില്ല, അവരുണ്ട്, അവരെ കാണിച്ചു കൊടുത്തു. അവർക്ക് ശ്രേയസിൻ്റെ മാർഗമാണ് ഭഗവാൻ നൽകിയത്. പക്ഷെ അത് സാധാരണ മനുഷ്യർക്ക് അറിയില്ലല്ലോ. അതുകൊണ്ടാണ് കുന്തി ഇങ്ങനെ പറയുന്നത്, നീ എന്നെ മക്കളോടൊപ്പം രക്ഷിച്ചു. എപ്പോഴൊക്കെയാണ്? വിഷാൻമഹാഗ്നേഹേ പുരുഷാദ ദർശനാത്. വിഷത്തിൽ നിന്ന് നീ എന്നെ എൻ്റെ പിള്ളേരോടൊപ്പം രക്ഷിച്ചു. കൗരവന്മാർ ഭീമനെ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചു. ഭീമന് വിഷം കൊടുത്തു. എന്നിട്ട് കൈയും കാലും എല്ലാം കൂട്ടിക്കെട്ടി ശരീരം മുഴുവൻ വലിച്ചു മുറുക്കി ആ ഗംഗയിലേക്ക് വലിച്ചെറിഞ്ഞു. നീ രക്ഷിച്ചു. ഭീമൻ എവിടെയെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല, എന്ത് സംഭവിച്ചു എന്നറിയില്ല. പക്ഷെ നിനക്കറിയാം, നീ ആ ഭീമനെ വിഷത്തിൽ നിന്നിട്ട് നീ രക്ഷിച്ചു. അങ്ങനെ നീ എന്നെ രക്ഷിച്ചു. പുരുഷാദ ദർശനാത്. ഈ ജീവിതത്തിൽ എത്രയോ രാക്ഷസന്മാരെ അഭിമുഖീകരിക്കേണ്ടി വന്നു. ആ അവസരങ്ങളിലെല്ലാം നീ എന്നെ രക്ഷിച്ചു. മഹാഗ്നേഹേ, വലിയ തീയിൽ നിന്ന് നീ രക്ഷിച്ചു. അരക്കില്ലത്തിലെ തീയ്. മക്കളോടൊപ്പം അരക്കില്ലത്തിൽ പാർക്കുന്ന അവസരം കുന്തിക്കുണ്ടായല്ലോ. കൗരവന്മാർ ഇവരെല്ലാം കൊല്ലാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായ ഒരു കെണിയായിരുന്നു അത്. ആ അരക്കില്ലത്തിൽ നിന്നിട്ട്, ആ മഹാഗ്നിയിൽ നിന്നിട്ട്, അലയോ കൃഷ്ണ, വിഷാൻ മഹാഗ്നേ, ആ കാട്ടുതീ, ആ അരക്കില്ലത്തിലെ തീയിൽ നിന്നിട്ട് നീ എന്നെയും എൻ്റെ മക്കളെ രക്ഷിച്ചു. അത് കഴിഞ്ഞ് കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോഴോ അവിടെ വന്നു ഹിഡുംബൻ, മനുഷ്യരെല്ലാം കൊന്നു തിന്നുന്ന ഹിഡുംബൻ എന്നുള്ള രാക്ഷസൻ. അത് കഴിഞ്ഞോ ബഗൻ. ഇങ്ങനെ എത്രയോ രാക്ഷസന്മാര്. ആ രാക്ഷസന്മാരെല്ലാം കാണേണ്ടി വന്നു. ഭീമൻ അവരോട് ഏറ്റുമുട്ടിയത് നിന്റെ ബലത്തിലാണ്. ഞങ്ങളെ നീ ഭീമനിൽ കരുത്തായി നിന്നുകൊണ്ട് ഭീമനിലൂടെ നീ ഞങ്ങളെ രക്ഷിക്കുകയായിരുന്നു. അങ്ങനെ ആ രാക്ഷസന്മാരിൽ നിന്നിട്ട് എത്രയോ തവണ നീ രക്ഷിച്ചു. അസത് സഭായാഹ വനവാസകൃച്ഛ്രതഃ. അസത്തുക്കളെ, ദുഷ്ടന്മാരായിട്ടുള്ള ആളുകളെ കൊണ്ട് നിറഞ്ഞതായ ആ കൗരവ സഭയിൽ നിന്ന് പാഞ്ചാലിയെ നീ രക്ഷിച്ചു. പാഞ്ചാലിയെ അവമതിക്കാൻ അവർ തുടങ്ങിയപ്പോഴേക്കും പാഞ്ചാലിക്ക് വസ്ത്രങ്ങൾ അയച്ചു കൊടുത്തിട്ട് ആ അവമതി പാഞ്ചാലിക്ക് വരാതെ നീ പാഞ്ചാലിയെ രക്ഷിച്ചു. അതിലൂടെ പാണ്ഡുവിൻ്റെ മരുമകളെ രക്ഷിക്കുന്നതിലൂടെ നീ എന്നെ രക്ഷിച്ചു, എൻ്റെ മക്കളെ രക്ഷിച്ചു. അതേപോലെ വനവാസകൃച്ഛ്രത. അത് കഴിഞ്ഞ് 12 വർഷത്തെ വനവാസം, 1 വർഷത്തെ ജ്ഞാതവാസം, ആ ആപത്തുകളിൽ നിന്ന് നീ രക്ഷിച്ചു. എത്ര ആപത്തുകൾ ആ വനവാസകാലത്തുണ്ടായി. മൃധേ അനേക മഹാരഥാസ്ത്രതോ. യുദ്ധം തോറും ഒന്നിനു പുറകെ ഒന്നായിട്ട് എത്ര യുദ്ധങ്ങളാണ് പാണ്ഡവന്മാർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നത്. അങ്ങനെയുള്ളതായ ആ യുദ്ധങ്ങളുടെ ആ പരമ്പരകളിൽ അവിടെല്ലാം പാണ്ഡവന്മാരെ, എൻ്റെ മക്കളെ, അവരിൽ കൂടി എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നീ വേണ്ടുന്ന പ്രകാരത്തിൽ നീ കൂടെ ഉണ്ടായിരുന്നു. അർജുനന്റെ തേരിലിരുന്ന് അർജുനനെ നയിച്ചു എന്ന് മാത്രമല്ല, ആ ഭയങ്കരമായ യുദ്ധത്തിൽ ഒരാപത്തും പാണ്ഡവന്മാർക്ക് വരാതെ ആ യുദ്ധമാകുന്ന നദിയുടെ മറുകരയിൽ
സുരക്ഷിതമായിട്ട്, അല്ലയോ കൃഷ്ണ, നീയാണ് പാണ്ഡവന്മാരെ എൻ്റെ മക്കളെ കൊണ്ടെത്തിച്ചത്, അങ്ങനെ നീയാണ് എന്നെ രക്ഷിച്ചത്. കാരണം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ പാണ്ഡവന്മാർ നശിച്ചു പോകാൻ പാടില്ല. പാണ്ഡുവിൻ്റെ മക്കളാണവർ. എൻ്റെ ഭർത്താവിൻ്റെ മക്കൾ എൻ്റെ കൺമുന്നിൽ വെച്ച് നശിച്ചു പോകാൻ പാടില്ല. ആ അവസരത്തിൽ അവരെ രക്ഷിക്കുന്നതിലൂടെ നീ ഞാൻ ചെയ്യേണ്ടതായ ഭർത്താവിനോടുള്ളതായ ആ ധർമ്മത്തെ, കടപ്പാടിനെ നീ ഭംഗിയായി നടത്തിത്തരികയായിരുന്നു. അങ്ങനെ എന്നെ കുടുംബിനി എന്നുള്ള നിലയിൽ ഞാൻ ചെയ്യേണ്ട കർത്തവ്യത്തെ നീ രക്ഷിക്കുകയായിരുന്നു എന്ന് മാത്രമല്ല, ദ്രൗണ്യസ്ത്രതശ്ചാസ്മ ഹരേഭിരക്ഷിതാഹ, ദ്രൗണിയുടെ അശ്വത്ഥാമാവിൻ്റെ അസ്ത്രത്തിൽ നിന്നും അല്ലയോ ഹരേ നീ എന്നെ രക്ഷിച്ചു, അതേപോലെ തന്നെ എൻ്റെ മക്കളെയും രക്ഷിച്ചു. ഇങ്ങനെ നിറഞ്ഞ ഭക്തിയോടുകൂടിയിട്ട് ഓരോരോ സംഭവങ്ങൾ വളരെ ഭംഗിയായിട്ട് ഭഗവാനോട് പറഞ്ഞുകൊണ്ട് കുന്തി ഭഗവാനെ സ്തുതിക്കുന്ന നമ്മൾ കേൾക്കും. വളരെ വിസ്തൃതമാണ്. അതിലെ 1-2 ശ്ലോകങ്ങൾ ഇങ്ങനെ സൂചിപ്പിച്ചു എന്ന് മാത്രം. യുദ്ധം കഴിഞ്ഞതിന് ശേഷമാണല്ലോ ഇതൊക്കെ സംഭവിക്കുന്നത്. യുധിഷ്ഠിരന് ദുഃഖമാണ്. ഒരുപാട് പേര് യുദ്ധത്തിൽ മരിച്ചിരിക്കുന്നു. ശത്രുവായാലും മിത്രമായാലും ബന്ധുക്കൾ തന്നെ. യുധിഷ്ഠിരൻ്റെ ദുഃഖം തീർക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണൻ യുധിഷ്ഠിരനെയും കൂട്ടിക്കൊണ്ട് ശരശയ്യയിൽ കിടക്കുന്ന വലിയ കാരണവരുടെ അടുത്ത്, ഭീഷ്മന്റെ അടുത്ത് പോകുന്നുണ്ട്. ഭീഷ്മൻ ഉപദേശിച്ചാലെങ്കിലും യുധിഷ്ഠിരൻ്റെ ദുഃഖം തീരും എന്നുള്ള ആ ഒരു പൂർണ്ണമായ ബോധ്യം കൊണ്ട് ആ അവസരത്തിൽ കൃഷ്ണനോടൊപ്പം യുധിഷ്ഠിരനോടൊപ്പം പാണ്ഡവന്മാരെല്ലാവരും വന്ന് ചേർന്ന് നിൽപ്പുണ്ട്. അതേപോലെ ഋഷിമാരെല്ലാവരും വന്ന് ചേർന്ന് നിൽപ്പുണ്ട്. ആ അവസരത്തിൽ ഭീഷ്മൻ കൃഷ്ണനെ വിസ്തരിച്ച് സ്തുതിക്കുന്നതും നമ്മൾ കേൾക്കും. അതാണ് പ്രസിദ്ധമായിരിക്കുന്ന കൃഷ്ണ സ്തുതി, ഭീഷ്മ സ്തുതി, ഭീഷ്മൻ ചെയ്യുന്ന കൃഷ്ണ സ്തുതി. ഇങ്ങനെ മനോഹരമായ സ്തുതികളിലൂടെ ഭഗവാൻ ആരാണ് എന്ന്, വസുദേവ കൃഷ്ണൻ ആരാണ് എന്ന്, അതേപോലെ തന്നെ ഗുരുവായൂരപ്പൻ ആരാണ് എന്ന് ഭാഗവതത്തിൻ്റെ പ്രഥമസ്കന്ധം തന്നെ നമുക്ക് കാണിച്ചു തരുന്നു. ഈ ഘട്ടത്തിലാണ് ശുകബ്രഹ്മർഷി എഴുന്നള്ളുന്നതും ശുകബ്രഹ്മർഷിയോട് പരീക്ഷിത്ത് ഇങ്ങനെ എൻ്റെ പോലുള്ളതായ അവസ്ഥയിൽ എത്തി നിൽക്കുന്ന മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നതും, എന്താണ് ജപിക്കേണ്ടത്, ആരെയാണ് ആശ്രയിക്കേണ്ടതെന്ന് ചോദിക്കുന്നതും, ശുകബ്രഹ്മർഷി ജപിക്കേണ്ടത് വാസുദേവ കൃഷ്ണനെയാണ്, ആശ്രയിക്കേണ്ടത് വാസുദേവ കൃഷ്ണനെയാണ്, പൂജിക്കേണ്ടത് വാസുദേവ കൃഷ്ണനെയാണ്, ആ വാസുദേവ കൃഷ്ണന്റെ കഥകൾ കേട്ടുകൊള്ളൂ എന്ന് പറഞ്ഞ് ശുകബ്രഹ്മർഷി 2-ാം സ്കന്ധത്തിൻ്റെ തുടക്കം മുതൽ ഗുരുവായൂരപ്പൻ്റെ അവതാര കഥകളും അദ്ദേഹം ചൊരിഞ്ഞതായ കാരുണ്യത്തിൻ്റെ ആ കഥകളുമെല്ലാം നമ്മെ കേൾപ്പിക്കുന്നതും അതാണ് 12 സ്കന്ധങ്ങളിലുള്ളതായ ഭാഗവതം. ഈ വരുന്നതായ വൈശാഖ മാസത്തിലെ ദിനങ്ങളിൽ, ഈ വരുന്ന ദിനങ്ങളിൽ ഓരോ ദിവസവും വൈകുന്നേരം ഓരോരോ കഥകളായിട്ട് നമുക്ക് കേൾക്കാൻ കഴിയും. അതിന് ഭഗവാൻ ഗുരുവായൂരപ്പൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ, ശ്രീരാമസീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ, എൻ്റെ ഗുരുനാഥനായിരിക്കുന്ന ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിൽ, എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ, പരമപവിത്രമായ ഈ ക്ഷേത്രത്തിൽ വിരാജിച്ച് നമ്മെ അനുഗ്രഹിക്കുന്ന ഗുരുവായൂരപ്പൻ്റെ പാദപങ്കജങ്ങളിൽ, ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു. ജയ് സീതാറാം.